ഒരു പടത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ധ്യാൻ ശ്രീനിവാസനും അനൂപ് മേനോനും പിന്നെ ഷീരു എന്ന ഒരു പ്രൊഡ്യൂസറും അവർ നടിയാണ് ഇത് സംസാരിക്കുന്ന ഒരു രംഗം അത് ഈ ഇടയ്ക്ക് വീഡിയോയിൽ കാണാൻ ഇടയായി. ഇന്റർവ്യൂ വളരെ രസാവഹമായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെയും അനൂപിന്റെയും ഷീലുവിന്റെയും തകടിയും മറ്റു കാര്യങ്ങളും തമാശ കുറച്ചിട്ടും എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷെ ആങ്കർ ഇടയ്ക്ക് വെച്ചൊരു ചോദ്യം ചോദിക്കുന്നു, മാഡത്തിന്റെ വീട് ഞാനൊരിക്കൽ ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അവർ പറയുന്നു, ഇന്ന് ആ വീടില്ല, അത് വിറ്റിട്ട് സിനിമ എടുത്തു എന്ന് പറയുന്നു. അനി രണ്ട് ഹോട്ടലും കൂടെ വിൽക്കാനുണ്ട്, അതും കൂടെ വിറ്റിട്ട് സിനിമ എടുക്കും. ഇത് കേട്ടിട്ട് അനൂപ് മേനോനും ധ്യാൻ ശ്രീനിവാസനും ചിരിച്ചു മറിഞ്ഞു. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്ന ആർക്കാണ്? ഇത് കാണുമ്പം ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്, ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല. ഷീലു എബ്രഹാമിന്റെ ആത്മകഥയാണ്. ഇനി എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. എബ്രഹാമൊക്കെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പാപ്പരായി. എല്ലാം ചേച്ചിയുടെ പേരില്ല. ചേച്ചിയുടെ ഹോട്ടലായതുകൊണ്ട് റെന്റ് കൊടുക്കണ്ടല്ലോ. ഇത് പണയം വെച്ചേക്കോ കുട്ടി. ഇതോ ഇത് പണയം വെച്ചിട്ടാണ് കഴിഞ്ഞ പടം എടുത്തത്. നമ്മുടെ പടം എടുത്തത് വേറെ ഹോട്ടലാണ്. അതിതല്ല. ഇനി എത്ര ഹോട്ടൽ ബാക്കിയുണ്ട് പണയം വെക്കാനോ? ഇനി എത്ര സിനിമ ഇവർ ചെയ്യാനുണ്ടോ അത്രയും ഹോട്ടലുണ്ട്. ശരിക്കും ഇത് പണയം വെച്ചോ? ഞാൻ വിചാരിച്ചു സ്വന്തം ഹോട്ടലിൽ. കുറച്ച് നേരം കഴിഞ്ഞ മുമ്പ് അവിടെ കേട്ടില്ലേ, ഞങ്ങൾ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാത്രങ്ങളൊക്കെ എടുത്തോണ്ട് പോകുന്നത്, കടക്കാരൊന്നും എടുത്തോണ്ട് പോകുന്നത്, അത് കേട്ടില്ലേ? നീ ഇവിടെ ആയിരുന്നല്ലേ? മഞ്ജു കേട്ടു. പിന്നെ ഷീലോടും പറഞ്ഞു അറിയിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ചേസൊക്കെ എടുത്തോണ്ടല്ലേ? ചന്ദനത്തിന്റെ ആണോ? ചന്ദനത്തിന്റെ മൊത്തത്തില്. അപ്പൊ ചേച്ചി എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂലൊക്കെ ഇരിക്കണു? പോസിറ്റീവ് ആയിട്ടുള്ള ആളല്ലേ? അതെ, വെരി പോസിറ്റീവ് ഓറ ഉള്ള ആളല്ലേ? കണ്ടപ്പറിയില്ല ശരിക്കും പറഞ്ഞ. ജപ്തിയുടെ വക്കത്ത് നിൽക്കുന്ന സ്ത്രീകൾ തൽക്കാലം ഇപ്പൊ ഈ ഒരു രൂപത്തിലാണ് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങളിതേ സെന്റി BGM കിട്ടി ഇറക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നിട്ട് അതിന്റെ മറ്റേ ശോകമുഖമായിട്ടുള്ള ഒരു പാട്ട് ഷീലു എബ്രഹാം കടക്കണിയിലോ കറക്റ്റ്. സത്യം. എങ്ങനെയെങ്കിലും കുറച്ച് പേര് ഒരു 100 രൂപ മുടക്കി സിനിമ കാണുമല്ലോ രക്ഷപ്പെടുത്താൻ വേണ്ടി. കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 100 രൂപ വെച്ച് അയച്ചാൽ. ഞങ്ങൾ ആദ്യം രവീന്ദ്രൻ നീ എവിടെയാന്നുള്ള പേരിന് പകരം ഷീലു എബ്രഹാം ദുരിതാശ്വാസ ഫണ്ട് എന്നിട്ടാണ് നമ്മൾ ആലോചിച്ചത്. എങ്ങനെ പ്രവേശിച്ചാലും ഞങ്ങൾ സഹിക്കും. കാരണം ഷീലു ഇനി വിൽക്കാതിരിക്കുന്ന ഹോട്ടലുകൾ വെച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത പടങ്ങൾ ഷീലു ഫണ്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചിക്ക് എന്നാൽ ഈ ഒരു കോൺഫിഡൻസ് എവിടെ നിന്ന്? ഈ ഹോട്ടല് ഉണ്ടല്ലോ, ഇനി 2 പണയം വെക്കാനുണ്ടല്ലോ, ആ ഒരു കോൺഫിഡൻസ് ആ സിനിമയിൽ അടുത്ത കാലത്ത് ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാ നിനക്ക് നമുക്ക് ഇത് ലെവലിലാണ്. ആദ്യം ഞാൻ വിചാരിച്ചു ശരിക്കും പാത്രങ്ങൾ ഒരു നിമിഷം ഞാൻ ഇടിയൊക്കെ വരില്ല ഇങ്ങനെ ഇന്റർവ്യൂലൊക്കെ. അതല്ലേ എല്ലാം പണയമാണ്. അത് ഇടിക്കൊക്കെ അറിയാം മൊത്തം പണയാന്നുള്ളത്. പിന്നെ ഈ മൊബിലിറ്റി ഹബിൽ വരുന്ന ആൾക്കാർക്ക് ആഴ്ചയിലൊരിക്കൽ അന്നദാനം, ഊട്ട്, അതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അന്നം കൊടുക്കാൻ കാശില്ലാതായതോട് കൂടിയിട്ട് നമ്മളത് നിർത്തി. നമ്മളിപ്പോ അവരോട് അന്നം മേടിക്കുന്ന അവസ്ഥയായി. 2 സിനിമ പൊട്ടി കഴിഞ്ഞത്. അതോടുകൂടി അന്നദാനം ഒക്കെ നിർത്തി. നമുക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. അതിനാണ് ഇതെടുത്തത്, ഈ പടം. ഇപ്പൊ ഇത് പൊട്ടിയാലും അന്നം എല്ലാം മുട്ടും. ഇത് കഴിഞ്ഞ ചേച്ചി റൂട്ട് ബസ്സിലാണ് പോവാറ്. ഞാൻ ഈ വൈറ്റിലോ പിന്നെ ബസ്സിൽ പോകുന്നു. ഞാൻ ഇതൊരു അന്നദാനം പോകുമ്പോ ഒന്ന് ഫോളോ ചെയ്ത് വേണമെങ്കിൽ പോകുന്ന വീട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ ചേച്ചിയുടെ ഹോം ടൂർ ഒക്കെ കണ്ടിട്ടുണ്ട്. അത് വിറ്റു. ബാഡ് ബോയ്സ് ഇറങ്ങിയോടുകൂടി അത് വിറ്റു. അത് വിറ്റിട്ടാണ് രക്ഷപ്പെട്ട് നമ്മളൊരു വാടക വീട്ടിലോട്ട് മാറിയത്. അപ്പൊ ഇത് അതിന് മുന്നേ എടുത്തു വെച്ച പടമായിരുന്നു. അപ്പൊ ഇത് ഇറക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആ വാടക വീട് വിറ്റിട്ട് വേണം. അതെ, തമാശ എനിക്കറിയോ. തമാശയോ? സ്വന്തം വീട് വാടക
അവർക്ക് തമാശയാ. പ്രൊഡ്യൂസർ വന്നിട്ട് ഇന്റർവ്യൂല് ഇങ്ങനെയൊന്നും പറയൂല. ഒരു പ്രൊഡ്യൂസറും പറയില്ല. അതാണ് ഷീലു എബ്രഹാം. റിവ്യൂ കണ്ട വീട് ആ വീടായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ സിനിമ തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പം സിനിമ റിലീസോടുകൂടി ചേച്ചിന്റെ എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ജെന്യുവൻ ആയിട്ട് ഒരാള്. താങ്ക് യു ടി, താങ്ക് യു മസ്താനി. ഒരിക്കലും മറക്കില്ല, എന്നും ഞാൻ സ്മരിക്കും.